നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് അതിമനോഹരമായ സൃഷ്ടി വിവരണത്തോടു കൂടിയാണ്. ആകാശം, ഭൂമി, സൂര്യചന്ദ്രന്മാർ എന്നിങ്ങനെ ഓരോന്നിനെയും പടിപടിയായി സൃഷ്ടിക്കുന്ന ദൈവം ഏറ്റവും ഒടുവിലായി മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നു. തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഓരോന്നിൻ്റെയും അവസാനം അവിടുന്ന് നോക്കിക്കാണുന്നുണ്ട്, താൻ സൃഷ്ടിച്ചതെല്ലാം അതിമനോഹരമായിരിക്കുന്നുവെന്ന്. അതെ, അവിടുന്ന് സൃഷ്ടിച്ചതെല്ലാം വളരെ മനോഹരമായിട്ടാണ്, പൂർണ്ണതയിലാണ്. തുടർന്ന് 148 സങ്കീർത്തനത്തിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് താൻ സൃഷ്ടിച്ച ഓരോന്നിനോടും തന്നെ സ്തുതിക്കുവാനായി ആവശ്യപ്പെടുന്നു. എല്ലാ സൃഷ്ടജാലങ്ങളോടും കർത്താവിനെ സ്തുതിക്കുവാനായി അവിടുന്ന് ആവശ്യപ്പെടുന്നു. 148 സങ്കീർത്തനം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവിടുന്ന് പറയുന്നു, ഭൂമിയിലെ രാജാക്കന്മാരും പ്രജകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകകളും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്നുകൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തോടൊപ്പം അവിടുത്തെ ഒന്ന് സ്തുതിച്ചാലോ? ഈ മനോഹരമായ പ്രപഞ്ചത്തിലെ പർവ്വതങ്ങളോടും മലകളോടും കാറ്റിനോടും കിളികളോടും എല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് അവിടുന്ന് നൽകിയ അധരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ ഒന്ന് നമുക്ക് പ്രകീർത്തിച്ചാലോ? പ്രഭാതത്തിൽ നമ്മെ ഭൂപാളരാഗം പാടിയുണർത്തുന്ന കിളികളോട് ചേർന്നുകൊണ്ടും ദിവസത്തിൽ പലവട്ടം പുഴയുടെ സംഗീതവുമായി നമ്മെ തഴുകിയെത്തുന്ന കുളിർ കാറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ടും നമുക്ക് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കാം. കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം,
രാത്രിയിൽ അങ്ങ് അകലെ ആകാശത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കാം. ആകാശത്ത് വിരിയുന്ന താരത മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെ ആകാശത്ത് വിരിയുന്ന താരത മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥാ, അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ചു പോകുന്നു എന്ന് ധരിച്ച് മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നിരിക്കട്ടെ, നാം ആകെ അപ്സെറ്റായി പോകാറില്ലേ? നമ്മുടെ ചുറ്റിലും ഇരുൾ വന്ന് മൂടിയതുപോലത്തെ ഒരനുഭവം നമുക്കുണ്ടാകാറില്ലേ? നാം ആകെ പെട്ടെന്ന് കണ്ണുനീർ താഴ്വരയിലേക്ക് ആണ്ടുപോയതുപോലെ നമുക്ക് തോന്നാറില്ലേ? എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് നാം സ്വയം ചോദിക്കാറില്ലേ? ദൈവത്തോട് നാം പരിഭവിക്കാറില്ലേ? എന്നാൽ വചനം പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ നന്മ മാത്രം കാക്ഷിക്കുന്നവനാണ്. നമുക്ക് ഒരു തിന്മയും വന്ന് ഭവിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാപങ്ങളെല്ലാം പൊറുത്ത് നമുക്ക് പുതുജീവനേകുന്നവനാണ് അവിടുന്ന്. കാരണം അവിടുന്ന് യേശുവാണ്, എല്ലാറ്റിലും വലിയവനാണ്. യേശു അവൻ ആരിലും വലിയവൻ.
സ്വരമനുസരിച്ചാൽ നമുക്കൊരു കീടും അവനധികമം. കൃപയരുളിടുമേ ബലമണിക്കുമേ, കൃപയരുളിടുമേ ബലമണിക്കുമേ, മാല മധുരമായി മാറ്റിയിടുമേ. യേശു യേശു അവനായിലും വലിയവൻ. യേശു യേശു അവനായിലും മതിയായവൻ. യേശു യേശു അവനായിലും വലിയവൻ. യേശു യേശു അവനായിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകളെ ജീവജലനദിയാക്കി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. ലോകത്തിൻ്റെ ചങ്ങലകളിൽ മണിവീണ തീർക്കുന്നവനാണ് അവിടുന്ന്. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ, സ്നേഹക്കൊടിക്കീഴിൽ ധരിക്കുമവൻ. യേശു യേശു അവനായിലും വലിയവൻ. യേശു യേശു അവനായിലും മതിയായവൻ. യേശു യേശു അവനായിലും വലിയവൻ. യേശു യേശു അവനായിലും മതിയായവൻ. പ്രൈസ് ഗോഡ്. നാം എല്ലാവരും പ്രശംസ ഇഷ്ടപ്പെടുന്നവരല്ലേ? അഭിനന്ദനങ്ങൾ ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചകളും നേട്ടങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ നാം അതിയായി ആഹ്ലാദിക്കുന്നവരല്ലേ? കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ എല്ലാവരും പ്രശംസ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ്. നമുക്കല്പം മാറി ചിന്തിച്ചു നോക്കിയാലോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ആകാശം, ഭൂമി എന്നിങ്ങനെ ഓരോന്നിനെയും പടിപടിയായി സൃഷ്ടിക്കുന്ന ദൈവം മനുഷ്യനിൽ വരെ എത്തിച്ചേരുമ്പോൾ ഓരോന്നും, താൻ സൃഷ്ടിച്ച ഓരോന്നും അതിമനോഹരമായിരിക്കുന്നുവെന്ന് നോക്കി കാണുന്നതായിട്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം അവിടുത്തെ ഒരു സൃഷ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രശംസകൾക്കും അർഹനായിട്ടുള്ളവൻ പിതാവായ ദൈവം തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം അവിടുത്തെ ദാനം മാത്രമല്ലേ?
നമ്മുടെ ജീവൻ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അധ്യാപകർ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ എല്ലാം അവൻ കനിഞ്ഞു തന്നതല്ലേ നമുക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും ഓർത്തുകൊണ്ട്, നമ്മുടെ കരിയറിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഉന്നതികളെയും ഓർത്തുകൊണ്ട്, നമ്മുടെ മക്കൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വിജയങ്ങളെയും ഓർത്തുകൊണ്ട് നല്ലവനായ കർത്താവിനെ ഒന്ന് പ്രശംസിച്ചാലോ? അവിടത്തേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതികൾ അർപ്പിച്ചാലോ? ലെറ്റ്സ് ഗീവ് എ ബിഗ് സല്യൂട്ട് ടു അവർ ലോർഡ്. പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായ ദൈവപുത്ര, വീണ്ടും വരും അവൻ രാജാതിരാജൻ വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. മൃത്യുഞ്ജയനവൻ ആരാധ്യനായവൻ ദൈവപുത്ര, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നെ മെനഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഓ ഓ
നമ്മുടെ നന്മ മാത്രം കാക്ഷിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാന് എല്ലാ പ്രശംസകളും നേർന്നുകൊണ്ട് ഹൊസാന പാടി അവിടുത്തെ പ്രകീർത്തിക്കാം നമുക്ക്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ? അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ